ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാവുന്നത് ഒരു ഉള്ളി മൂപ്പിച്ച ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി, പാൻ ചൂടായതിനു ശേഷം ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുത്തത്. നെയ്യിൽ തന്നെ ഉണ്ടാക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി കൂടുതൽ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് അരിയുക. എന്നിട്ട് അത് മൂപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇനി നെയ്യില്ലാന്ന് വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. ഗീ ആകുമ്പോൾ അത്രയും നല്ലതാണ്, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത്രയും നല്ലതാണ് നെയ്യാണെങ്കിൽ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആണെങ്കിലും ചുവന്നുള്ളി ആണെങ്കിലും നമ്മൾ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ആവശ്യമുള്ള ചോറ് ഒരുപാട് ഉള്ളിനായിട്ടും കൂടുതൽ ചോറ് ഇട്ട് കൊടുക്കരുത്. നമുക്ക് ഉള്ളിയാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചോറ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര ചോറ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വേണം നമ്മൾ ചുവന്നുള്ളി എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചുവന്നുള്ളിയുടെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യമുള്ള ഉപ്പ്, ചോറിന് എത്ര ഉപ്പ് വേണം ഉപ്പിട്ട് വേവിച്ചിട്ടാണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണ്ട ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഉപ്പിടാതെ തന്നെ ഞാൻ ചോറ് വേവിച്ചെടുക്കൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളും ഷുഗറും അതുപോലെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ചുവന്നുള്ളി. അപ്പോൾ ചുവന്നുള്ളി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇത് ചേർക്കുന്നത് നല്ലതാണ്. ഈ ചുവന്നുള്ളി നമ്മളെ മുടി കൊഴിഞ്ഞു പോകുന്നവർ മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് ചുവന്നുള്ളി. അതുപോലെ നമ്മുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം അധികം ആളുകളും ഇങ്ങനത്തെ ചോറാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടൈമിലൊക്കെ ഇത് കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും സ്കൂൾക്ക് കൊടുത്തിടാൻ പറ്റിയൊരു ചോറാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കുന്നവർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.